ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ അല്ല വന്നതാണ്. ഈ സമയത്ത് നമ്മളെ ലിബ് കൂടുതൽ ഡ്രൈ ആവാനും അതുപോലെ തന്നെ പൊട്ടിയൊക്കെ പോകും. ഈ പൊട്ടി പോകുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ചെയ്യും, ഈ നമ്മുടെ ഈ പൊട്ടി പോണ സാധനങ്ങൾ ആ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചു കളയും. അപ്പോൾ കൂടുതൽ ചോര വരും. അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങി കഴിയുമ്പോഴോ കറുത്ത പാടുകൾ, പിന്നെ ലിബിൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരും. ഇതൊക്കെ വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ലിപ് കെയർ ചെയ്യാത്തതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ലിപ് കെയർ ചെയ്യാം. അതിന് ഞാൻ 4 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. ലിബിൽ ഒത്തിരി ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രൈ ആവുന്നതും അതുപോലെ തന്നെ പൊട്ടി വരുന്നതൊക്കെ. അതിനായിട്ട് നമ്മുടെ അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. അതിനായിട്ട് ഞാൻ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്, അങ്ങനെയുള്ള പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ലിബ് വേദന എടുക്കാനും അതുപോലെ തന്നെ കൂടുതൽ ലിബിൽ സ്ട്രെയിൻ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യാതെ പൊടിച്ച് തരിതരിയായിട്ടുള്ള പഞ്ചസാര എടുക്കാം. അതുപോലെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഹാർഷായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചുണ്ടത്തെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് പോകും. അടുത്തത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2 ഓയിൽ മസാജാണ്. അടുത്തത് നമുക്ക് കോക്കനട്ട് ഓയിലുള്ള ഒരു ഓയിൽ മസാജ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഒരു ലിപ് പാക്കാണ്. ലിപ് പാക്ക് എന്ന് പറയുമ്പോൾ ടെർമറിക്കും ഹണിയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത്. ടെർമറിക് എന്ന് പറയുന്നത് നമ്മുടെ ലിബിനൊരു പിങ്ക് കളറും പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറച്ച് ലിബ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. നമുക്കിത് വൈപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് ഇതാ ലിപ് പാക്ക്, ഹണി ആഡ് ചെയ്ത ലിപ് പാക്ക്, ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ലിബിൽ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. 10 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് സ്റ്റെപ്പ് 4ലേക്ക് പോകാം. ഞാനത് വാഷ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ്. എൻ്റെ ചുണ്ടിനൊക്കെ നല്ലൊരു നറിഷ്മെൻ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ഗീ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ലിപ് ബാമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നെയ്യൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടം നെയ്യാണ്. നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു നറിഷ്മെൻ്റാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി ലിപ് ബാമൊക്കെ വാങ്ങി യൂസ് ചെയ്യണേക്കാൾ എന്തുകൊണ്ട് നല്ലത് നല്ല നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞ ഈ 4 സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയോളൂ. നമ്മുടെ ലിബൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഇനി ഇടും. അപ്പോൾ